മാമ്പുള്ളിക്കലെ ജയദേവനെ കണ്ടിട്ട് 4 ദിവസമായി. രാവിലെ ജയദേവൻ ജോലിക്ക് പോയതാണ്. അടുത്തുള്ള ഒരു വീട്ടിലെ മുതലാളിയുടെ വണ്ടി ഓടിക്കുകയാണ് ജയദേവൻ. എന്നാൽ ഇന്ന് 4 ദിവസമായിട്ട് ജയദേവൻ തിരിച്ചു വന്നില്ല. ജയദേവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. മൂത്ത 2 സഹോദരിമാരായിരുന്നു. അവരെ രണ്ടുപേരെയും വിവാഹം കഴിച്ചു വിട്ടു. പിന്നെ ജയദേവൻ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ജയദേവന് 26 വയസ്സായി, ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. പല ആലോചനകളും വരുന്നുണ്ട്. അപ്പം വീടിൻ്റെയൊക്കെ പണിയൊന്ന് തീർത്ത് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം വിവാഹം മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ജയദേവൻ മുന്നോട്ട് പോകുന്നത്. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിട്ട് പലരും ജയദേവനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിവരവും ഇതുവരെയും കിട്ടിയിട്ടില്ല. അച്ഛനും അമ്മയും വീട്ടിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ജയദേവൻ്റെ സഹോദരിമാരൊക്കെ വിവരം അറിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെ ആളുകളിങ്ങനെ വരികയും പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വാർത്ത നാട്ടിലെങ്ങും പരന്നത്. അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെ ഒരു റോഡ് സൈഡിൽ ഒരു കലുങ്ങിൻ്റെ കീഴിൽ ഒരു മനുഷ്യൻ്റെ മൃതശരീരം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞു. പോലീസ് വിവരം അറിഞ്ഞ് അവിടെ ചെന്നു. ജയദേവൻ്റെ വീട്ടിൽപ്പെട്ടവരും ബന്ധുക്കളൊക്കെ അവിടെ ചെന്നു. അവസാനം 3 ദിവസം പഴക്കമുള്ള ആ ചാക്ക് കെട്ട് അഴിച്ചെടുത്ത് നോക്കിയപ്പോൾ കണ്ടവരും കേട്ടവരും അന്താളിച്ചു പോയി, തകർന്നു പോയി. അത് ജയദേവനായിരുന്നു. ജയദേവൻ അവിടെ വരാനുള്ള കാരണം എങ്ങനെയാണ്? പോലീസ് അതിനെക്കുറിച്ചുള്ള അന്വേഷണമായി. ഒടുവിൽ അന്വേഷണം ജയദേവൻ വാഹനം ഓടിക്കുന്ന മുതലാളിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ മുതലാളിയെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് എല്ലാവരും ഞെട്ടിക്കുന്ന ആ സത്യം വെളിയിൽ വന്നത്. ആ മുതലാളിക്ക് റിയൽ എസ്റ്റേറ്റും പിന്നെ മറ്റ് പലവിധമാകുന്ന ബിസിനസ്സുകളൊക്കെ ഉള്ളവരാണ്. അപ്പം ജയദേവന് ഒരു 6-7 വർഷമായിട്ട് ആ മുതലാളിയുടെ വാഹനം ഓടിക്കുന്നതും മുതലാളിയും കൊണ്ട് എവിടെയെങ്കിലും പോകുന്നതൊക്കെയും ജയദേവനാണ്. എന്നാൽ മുതലാളിക്ക് എങ്ങും പോകാനില്ലാത്ത ആ ദിവസങ്ങളിൽ ജയദേവൻ രാവിലെ ആ വീട്ടിൽ ചെന്ന് വണ്ടി കഴുകുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ആ മുതലാളിക്ക് ഒരു മകളുണ്ടായിരുന്നു. മകളെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. മകള് ഭർത്താവിൻ്റെ കൂടെ ലണ്ടനിലാണ്. പിന്നെ മുതലാളിയും ഭാര്യയും മാത്രമേ ഉള്ളൂ. മുതലാളിയുടെ പേര് ദേവസി എന്നാണ്. മുതലാളിയും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. മുതലാളിക്ക് അല്പം പ്രായമുണ്ടെങ്കിലും ഭാര്യയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രായം തോന്നുകയില്ല. പ്രായമില്ലാത്ത ഭാര്യയുടെ ഭാര്യയ്ക്ക് അല്പം സൗന്ദര്യമുണ്ട്. ഇതൊക്കെയും ആ മുതലാളിയിൽ പലപ്പോഴും സംശയം ഉളവാക്കുമായിരുന്നു. എങ്കിലും അതേക്കുറിച്ചൊന്നും ആ മുതലാളി ഭാര്യയോട് സംസാരിക്കുകയോ അതിൻ്റേതായ ഇഷ്ടങ്ങൾ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും ഈ ജയദേവൻ വീട്ടിൽ ചെല്ലുമ്പോൾ മുതലാളിയുടെ ഭാര്യ ജയദേവന് ചായ കൊടുക്കുമായിരുന്നു. ജയനോട് കളി തമാശകളും കാര്യങ്ങളൊക്കെയും പറയുമായിരുന്നു. പക്ഷേ ഇത് കണ്ട മുതലാളി അദ്ദേഹത്തിന് അത്ര സുഖിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മുള്ളു പോലെ ഇങ്ങനെ കൊണ്ടു കിടന്നു. മുതലാളി വീട്ടിലില്ലാത്ത സമയത്തും ചില ദിവസങ്ങൾ ജയദേവൻ ആ വീട്ടിൽ വരുമായിരുന്നു. അത് മറ്റുള്ള ദുരുദ്ദേശം കൊണ്ടൊന്നും അല്ലായിരുന്നു. എന്തെങ്കിലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി മുതലാളിയുടെ ഭാര്യ ജയദേവനോട് പറയും. ജയദേവൻ ചെന്നത് കടയിൽ ചെന്ന് അത് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ വീട്ടിലെ അല്ലറയിലെ ജോലികളും കാര്യങ്ങളൊക്കെ ജയദേവൻ ചെയ്യും. അതൊക്കെയും അവർക്കൊരു ഉപകാരമായിരുന്നു. അതിനകത്ത് മറ്റുള്ളതായ ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജയദേവനുള്ള ഇഷ്ടക്കൂടുണ്ടോ അല്ലെങ്കിൽ ജയദേവന് ഭാര്യയോടുള്ള മുതലാളിയുടെ ഭാര്യയോടുള്ള ഇഷ്ടക്കൂടുണ്ടൊന്നുമല്ല. അത് സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അത് അവർക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. എന്നാൽ ആ മുതലാളി ഈ ജയദേവനെ സംശയിച്ചു. തൻ്റെ ഭാര്യയിൽ എന്തോ ഒരു അടുപ്പമുള്ളതായിട്ട് ഈ ജയദേവിൽ മുതലാളി കണ്ടു. അപ്പോൾ ആ മുതലാളിയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ കണ്ടു. ഈ ജയദേവൻ കാരണം തൻ്റെ കുടുംബജീവിതം തകരും, തൻ്റെ ഭാര്യ തനിക്ക് നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയും മുതലാളിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അയാൾ തീരുമാനിച്ചത് ജയദേവനെ ഇല്ലായ്മ ചെയ്യണം. അയാൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതൊരിക്കലും പാടില്ല. അപ്പോൾ ആരും അറിയാതെ, ചെവി അറിയാതെ ജയദേവനെ ഒഴിവാക്കണം. അങ്ങനെ അയാളെ ഒഴിവാക്കാൻ കണ്ട ഒരു മാർഗമായിരുന്നു അന്ന് രാവിലെ മുതലാളി ജയദേവനുമായിട്ട് കാറിൽ യാത്ര ദൂരദേശത്തേക്ക് പോകണമെന്നാണ് ഭാര്യയോട് പറഞ്ഞിരുന്നത്. അന്ന് മുതലാളി വൈകിട്ട് തനിയാണ് വാഹനം ഓടിച്ച് വന്നത്. അപ്പോൾ
ഭാര്യ ചോദിച്ചു, എന്തിയെ ജയദേവനെ കൂട്ടിയല്ലേ പോയത്, ജയദേവൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ജയദേവൻ വന്ന വഴിക്ക് അവരുടെ വീട്ടിലിറങ്ങി, ഞാൻ വണ്ടിയും കൊണ്ട് ഈ പോകുന്നെന്ന് പറഞ്ഞു. പിന്നെ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. അങ്ങനെയാണ് പിറ്റേ ദിവസം മുതൽ ജയദേവനെ കാണാനെന്നുള്ള വാർത്ത പരന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ജയദേവനെ കൊണ്ട് ദൂരദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞ ആ മുതലാളി പോകുന്ന വഴി മൂത്രമൊഴിക്കണമെന്നും പറഞ്ഞ് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. അവിടെ വിജനമാകുന്നൊരു സ്ഥലമാണ്. അവിടെ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയ മുതലാളി ജയദേവനും ആ കൂട്ടത്തിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി നിന്നു. എന്നാൽ ജയദേവൻ അറിയാതെ ആ ജാക്കി ലിവറുമായിട്ട് മുതലാളി വന്ന് ആ ജയദേവൻ്റെ തലയ്ക്ക് പുറകിൽ നിന്ന് അടിക്കുകയായിരുന്നു. അടികൊണ്ട ജയദേവൻ അവിടെ മറിഞ്ഞു വീണു. ജയദേവൻ തൽക്ഷണം മരണപ്പെട്ടു. മുതലാളി എല്ലാം നേരത്തെ തീരുമാനിച്ചുറച്ചായിരുന്നു ആ യാത്ര. ചാക്കും ലിവറും ഒക്കെ ആയിട്ടാണ് അന്ന് യാത്ര ആരംഭിച്ചത്. അടികൊണ്ട് ജയദേവൻ ജയദേവൻ മരിച്ചുവെന്ന് ഉറപ്പാക്കി കഴിഞ്ഞപ്പോൾ ആരും ആ വഴിയെ വരാത്തൊരു സ്ഥലമാണ്. ആ മുതലാളി തന്നെ ആ ചാക്കിനുള്ളിൽ ജയദേവനെ വലിച്ചു കയറ്റിയിട്ട് അതിന് തൊട്ട് അപ്പുറത്തുള്ള ഒരു കരിങ്ങിൻ്റെ കീഴിലേക്ക് അവിടുന്ന് തള്ളിയിട്ട് അടിയിലിറങ്ങിച്ചെന്ന് ആ കലിങ്ങിൻ്റെ അടിയിലേക്ക് ആ ശരീരം വലിച്ചു കയറ്റുകയായിരുന്നു. എന്നിട്ട് നാട്ടിൽ വന്ന് ഒന്നും അറിയാത്തവനെ പോലെ ഈ ജയദേവനെ കാണാനില്ലെന്നുള്ളായ ആ അന്വേഷണത്തിൽ ഈ മുതലാളിയും പങ്കുചേരുകയായിരുന്നു. അദ്ദേഹവും കാറുമെടുത്ത് ആൾക്കാരെയും കൂട്ടി പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു. എന്നാൽ ഈ വാർത്ത വെളിയിൽ വന്നത് ഒരു വാഹനം അവിടെ വന്ന് നിന്ന് അതിൽ നിന്ന് 2 പേര് ഇറങ്ങുന്നത് ഈ കാട്ടിൽ വിറകൊടിക്കാൻ വന്ന സ്ത്രീകൾ കണ്ടിരുന്നു. അവരാണ് ഈ വിവരം പുറത്ത് പറഞ്ഞത്. ഇങ്ങനെ ഒരു മൃതശരീരം കലുങ്ങിനടിയിൽ കിടക്കുന്ന ഉള്ള വിവരം അത് നാട്ടിലറിഞ്ഞപ്പോൾ ഈ സ്ത്രീകളാണ് ഈ വിവരം പറഞ്ഞത്. ഇങ്ങനെ ഒരു വാഹനത്തിൽ 2 പേർ വന്ന് അവിടെ നിന്നു, ഇതുപോലെ അവർ സംസാരിക്കുന്നത് കണ്ടു എന്ന് മാത്രമേ ഇവർ പറഞ്ഞുള്ളൂ. അതാണ് ഈ മുതലാളിയിലേക്ക് അന്വേഷണം വന്നത്. മുതലാളി പോലീസ് കീഴടങ്ങിയില്ല എങ്കിലും പോലീസ് മുതലാളിയെ അറസ്റ്റ് ചെയ്തു, ലോക്കപ്പിലാക്കി. ഇന്ന് ആ കേസ് നടക്കുകയാണ്.